ഹലോ എവ്രി വൺ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പം ഫസ്റ്റ് സെഷനിൽ നമ്മൾ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ എന്താണ് പാരാമെട്രിക് ടെസ്റ്റ്? നിങ്ങൾ ഡിഗ്രി ഡെസർട്ടേഷനൊക്കെ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അപ്പം യൂഷ്വലി പാരാമെട്രിക് ടെസ്റ്റുകളും നോൺ പാരാമെട്രിക് ടെസ്റ്റുകളും നമ്മൾ ബിഹേവിയറൽ റിസർച്ചസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളാണ്. സോ ബിഹേവിയറൽ റിസർച്ചിൽ രണ്ട് ടെസ്റ്റുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഒരു ഡാറ്റേൻ്റെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കാറുള്ളത്. സോ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റസ് ആർ കോമൺലി എംപ്ലോയ്ഡ് ഇൻ ബിഹേവിയറൽ റിസർച്ചസ്. ബിഹേവിയറൽ റിസർച്ചസിലാണ് ഈ രണ്ട് ടെസ്റ്റുകൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. സോ എന്താണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം. പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ദാറ്റ് അസ്യൂം ദ ഡാറ്റ കംസ് ഫ്രം എ പോപ്പുലേഷൻ ദാറ്റ് ഫോളോസ് എ സ്പെസിഫിക് ഡിസ്ട്രിബ്യൂഷൻ, യൂഷ്വലി എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സോ നമ്മൾ യൂഷ്വലി പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യാറുള്ളത് നമ്മളെ കയ്യിലുള്ള ഡാറ്റ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാറ്റ കളക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? ഡാറ്റ, പല ടൈപ്പ് ഓഫ് ഡാറ്റകൾ കിട്ടും അല്ലേ? ആ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ആ ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്ന സമയത്താണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുക? പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റുക. സോ പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് അസംഷൻസ് എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അസംഷനാണ് the data comes from a population that follows a specific distribution, usually normal distribution. So normally distributed, ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ ആ ഒരു ഹോൾ പോപ്പുലേഷൻ ഒരു സ്പെസിഫിക് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന സമയത്ത്, ആ സ്പെസിഫിക് ഡിസ്ട്രിബ്യൂഷൻ ഏതാ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റുക. സോ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ തന്നെ നോർമാലിറ്റി ഒക്കെ നിങ്ങൾ മുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ബെൽ ഷേപ്പ്ഡ് കർവാണ്. അതിന് നമ്മൾ നോർമാലിറ്റി കർവ് എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പോൾ മോസ്റ്റ് വാല്യൂസ് ക്ലസ്റ്റർ അറൗണ്ട് ദ മീൻ ആൻഡ് ഫ്യൂവർ വാല്യൂസ് അപ്പിയർ അറൗണ്ട് ദ എക്സ്ട്രീംസ്. സോ ഇതിൽ ഈ ഒരു ഫസ്റ്റ് പിക്ചറാണ് നമ്മളെ നോർമാലിറ്റി കർവ് അല്ലെങ്കിൽ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു ബെൽ ഷേപ്പ്ഡ് ആണ്, രണ്ട് ഭാഗത്തും സിമെട്രിക്കൽ ആയിരിക്കും ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. സോ ഒരു ബെൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു കർവാണ് നോർമാലിറ്റി കർവ് അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? മോസ്റ്റ് ഓഫ് ദ വാല്യൂസ്, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റകളുടെ മീൻ ഒക്കെ എന്തായിരിക്കും? സെൻറ്ററിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. മീൻ, മീഡിയൻ, മോഡ് കാര്യങ്ങളൊക്കെ സെൻറ്ററിലായിരിക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് എക്സ്ട്രീംസിൽ ഇപ്പോൾ ഈ സൈഡിലും ഈ സൈഡിലൊക്കെ എന്താണ്? കുറച്ച് വാല്യൂസ് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. മോസ്റ്റ് ഓഫ് ദ വാല്യൂസും സെൻറ്ററിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത്തരത്തിലുള്ള കർവിനെയാണ് നമ്മൾ നോർമാലിറ്റി കർവ് അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നോക്കി നോക്ക്, ഈ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ കർവിൽ കൂടുതൽ ഡാറ്റാസും കാണുന്നത് ഒരു എക്സ്ട്രീമിലാണ് അല്ലേ? ഇവിടെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷനൊക്കെ വ്യത്യാസമുണ്ട്. ഡാറ്റ കൂടുതലായിട്ടും സ്ക്യൂഡായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സ്ക്യൂനെസ്സും നെഗറ്റീവ് സ്ക്യൂനെസ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോ സൈഡിലേക്കും പോകുന്നതിനനുസരിച്ച്. സോ അങ്ങനെയൊന്നും ഇല്ലാതെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് കർവിൽ മോസ്റ്റ് ഓഫ് ദ ഡാറ്റാസും എവിടെ ആയിരിക്കും, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ വാല്യൂസും മെയിൻ സൈഡിൽ അല്ലെങ്കിൽ സെൻറ്റർ പോർഷനിലായിട്ടായിരിക്കും ക്ലസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. സോ അത്തരത്തിലുള്ള ഡാറ്റകൾ വരുന്ന സമയത്താണ് നമ്മൾ കൂടുതലായിട്ടും പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യുക. സോ when compared to non-parametric test, the statistical test, that is parametrical test, is considered to be more powerful statistical test and should be used if their basic core assumptions are met. അപ്പം when compared to non-parametric ടെസ്റ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ആൻഡ് ഈ പാരാമെട്രിക് ടെസ്റ്റ് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് അസംഷൻസ് എന്ത് ചെയ്യണം? നമ്മൾ മീറ്റ് ചെയ്യണം. ഇനി ഈ അസംഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു,
അസംഷൻസ് ഓഫ് പാരാമെട്രിക് ടെസ്റ്റിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് നോർമാലിറ്റിയാണ്. അതായത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഡാറ്റേനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാരാമെട്രിക് ടെസ്റ്റുകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹിയർ ദ ഡാറ്റ മസ്റ്റ് കം ഫ്രം എ പോപ്പുലേഷൻ ദാറ്റ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സോ നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യുന്ന ഡാറ്റകൾ എന്തായിരിക്കണം, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ നിന്നായിരിക്കണം അത് വരേണ്ടത്. സോ നോർമാലിറ്റി എന്ത് ചെയ്യണം, മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പാരാമെട്രിക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതാണ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഈച്ച് ഒബ്സർവേഷൻ ഇൻ ദ സാമ്പിൾ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതേഴ്സ്. അതായത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ സാമ്പിളിൽ നമ്മളുള്ള ഒരു ഡാറ്റാസ് വാല്യൂസ്, ഈ വാല്യൂസ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളതാവരുത്, ലൈക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള ഫാക്ടേഴ്സിനെയോ ബാക്കിയുള്ള വാല്യൂസിനെയോ ഒന്നും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആവരുത് ഏതെന്ന് പറയുന്നത് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന നമ്മൾ റിസർച്ചിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ ഒബ്സർവേഷനിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റകൾ എന്തായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. സോ ഈച്ച് ഒബ്സർവേഷൻ ഇൻ ദ സാമ്പിൾ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതേഴ്സ്. അവർ തമ്മിൽ എന്തുണ്ടാവാൻ പാടില്ല, ഒരു ഡിപ്പെൻഡൻസിയും ഉണ്ടാവാൻ പാടില്ല, വാല്യൂസുകൾ തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ടാവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ റാൻഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ വാല്യൂസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നമ്മൾ ഇൻഡിപെൻഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സബ്ജക്റ്റിനൊക്കെ റാൻഡായിട്ട് അസൈൻ ചെയ്യണം, അല്ലെങ്കിൽ സബ്ജക്റ്റിനെ റാൻഡമായിട്ട് നമ്മൾ കളക്ട് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം. അല്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമിലിയിലുള്ള നമ്മളിപ്പോൾ ഒരു ഫാമിലിയിൽ പോയി ആ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്നും നമ്മൾ ഇപ്പോൾ ഒരു വെയ്റ്റിൻ്റെ ഒക്കെ ഒരു ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെയ്റ്റ് നോക്കുന്ന സമയത്ത് അവിടെ ആ വാല്യൂസ് തമ്മിൽ ഒരു കണക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻഹെറിറ്റൻസിൻ്റെ ഭാഗമായിട്ട് ഒരു വെയിറ്റ് ഏകദേശം ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ഒബ്സർവേഷൻസ് എടുക്കുന്ന സമയത്ത് അതൊരു അക്യുറസി കുറക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒബ്സർവേഷൻസ് എന്തായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഈക്വൽ വേരിയൻസ്. ദ വേരിയൻസ് അക്രോസ് ഗ്രൂപ്പ് മസ്റ്റ് ബി ഈക്വൽ. സോ ആ ഒരു കണ്ടീഷനെയാണ് ഹോമോസെഡാസിറ്റി എന്ന് പറയാം. അതായത് ഈക്വൽ വേരിയൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈനൊക്കെ എടുക്കുന്ന സമയത്ത് രണ്ടിൽ കൂടുതലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ്സുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഗ്രൂപ്പ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക, അങ്ങനെയുള്ള സ്റ്റഡീസൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള വേരിയൻസ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റഡി എടുക്കുകയാണ്, ഇപ്പോൾ 2 സ്കൂളുകളിലുള്ള കുട്ടികളുടെ പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇപ്പം ഒരു സ്കൂളിലെ കുട്ടികളുടെ പെർഫോമൻസ് ഭയങ്കര കുറേ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളും അല്ലെങ്കിൽ എബോവ് ആവറേജിന് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഒരു സ്കൂളിൽ എന്ന് പറയുന്നത്. മറ്റ് സ്കൂളിൽ വെൻ കമ്പയർഡ് ടു അതർ സ്കൂൾ എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടെ ബിലോ ആവറേജ് ആയിട്ടുള്ള കുറച്ച് ലേണിംഗ് ഡിസബിലിറ്റിയോ അങ്ങനെയുള്ള പെർഫോമൻസ് കുറവ് കാണിക്കുന്ന കുട്ടികളാണ്. സോ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഈക്വൽ വേരിയൻസ് എന്ത് ചെയ്യുന്നില്ല, ബാലൻസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സോ അങ്ങനെ ഇവരെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആവില്ല കിട്ടുന്നുണ്ടാവുക. സോ ഈക്വൽ വേരിയൻസ് നമ്മളിപ്പോൾ എന്താണോ കമ്പയർ ചെയ്യുന്നത് അവർ പല രീതിയിലും ഫാക്ടേഴ്സുകൾ എന്താക്കാൻ നോക്കുക, ഈക്വൽ ആക്കാൻ നോക്കുക എന്നുള്ളതാണ്. സോ ഈക്വൽ വേരിയൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെസ്റ്റുകൾ, ഈക്വൽ വേരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡാറ്റ പാരാമെട്രിക് ടെസ്റ്റ് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് മെഷർമെൻറ്റ് ലെവൽ. സോ ഹിയർ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ എന്ന് പറയുന്നത് ഇൻ്റർവെൽ സ്കെയിലോ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിലോ മെഷർ ചെയ്യുന്നതാവണം. നമുക്കറിയാം ലെവൽസ് ഓഫ് സ്കെയിൽ മെഷർമെൻ്റ് ഒക്കെ നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവെൽ, റേഷ്യോ. അതിൽ ഹയർ ഇത് കുറച്ചും കൂടെ എല്ലാ തരത്തിലുള്ള അനാലിസിസും പോസിബിൾ ആയിട്ടുള്ള സ്കെയിൽസാണ് റേഷ്യോ സ്കെയിൽസ് എന്നൊക്കെ പറയുന്നത്. സോ ഇൻ്റർവെൽ ആൻഡ് റേഷ്യോ മെഷർമെൻറ്റിലുള്ള സ്കെയിൽസുകൾ അല്ലെങ്കിൽ ഡാറ്റകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാരാമെട്രിക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദ വേരിയബിൾ ബീങ് അനലൈസ്ഡ് മസ്റ്റ് ബി കണ്ടിന്യൂസ്. സോ നമ്മൾ അനലൈസ് ചെയ്യുന്ന വേരിയബിൾ എന്തായിരിക്കണം, കണ്ടിന്യൂസ് വേരിയബിൾ ആയിരിക്കണം. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് മെഷർ ചെയ്യാൻ പറ്റണം. ഇപ്പം ഡെസിമൽസിലോ ഫ്രാക്ഷൻസ് ആയിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കണം. ഇൻഫിനിറ്റ് ആയിട്ടുള്ള റേഞ്ചുള്ള വേരിയബിൾസ്
നമ്പേഴ്സിനൊക്കെയാണ് നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയുക. സോ ഡിസ്ക്രീറ്റ് അല്ലാതെ നമ്മൾ വേരിയബിൾ എന്താവരുത്, ഡിസ്ക്രീറ്റ് ആവരുത്, റാദർ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഒരു വേരിയബിൾ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹൈറ്റ്, വെയ്റ്റ്, ടെമ്പറേച്ചർ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 164.4 സെൻറ്റിമീറ്റർ ആണ്. അല്ലെങ്കിൽ വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു 50.5 kg ആണ്. ഇപ്പോൾ ടെമ്പറേച്ചർ അങ്ങനെ നമുക്ക് ഡെസിമൽസ് യൂസ് ചെയ്ത് ഒരു ഇൻഫിനിറ്റി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. അത് അനാലിസിസും കാര്യങ്ങളും നമുക്ക് കണ്ടിന്യൂസ് വേരിയബിൾസിലെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ അനലൈസ് ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വേരിയബിൾ ആയിരിക്കണം. ഓക്കെ, സോ ഇത്രയും അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരാമെട്രിക് ടെസ്റ്റുകൾ നോക്കാം. ഇപ്പോൾ ടി ടെസ്റ്റ് ആണെങ്കിലും ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഓരോ ടെസ്റ്റുകളും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഏതൊക്കെയാണ്, എന്താണ് ഇത് മെഷർ ചെയ്യുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് കുറച്ച് എന്തൊക്കെയാണെന്നുള്ളത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. സോ കോമൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? അതിലൊന്നാമത്തെ നിങ്ങൾക്ക് അറിയുന്നൊരു ടെസ്റ്റാണ്. നമ്മൾ പൊതുവേ UG പ്രൊജക്റ്റിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് ടി ടെസ്റ്റും കോറിലേഷനൊക്കെ. സോ ഫസ്റ്റ് വണ്ണാണ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ടി ടെസ്റ്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ടി ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ മീൻസ് ഓഫ് ഗ്രൂപ്പ്സ് ടു ഐഡൻറ്റിഫൈ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. അപ്പോൾ 2 ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകൾ തമ്മിൽ അവരുടെ മീനുകൾ തമ്മിൽ ആവറേജ് തമ്മിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ ടി ടെസ്റ്റ് യൂസ് ചെയ്യുക. സോ വിച്ച് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ മീൻസ് ഓഫ് ഗ്രൂപ്പ്. 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള മീൻസിൻ്റെ കമ്പാരിസൺ ആണ് എന്തിനു വേണ്ടിയിട്ട്? ടു ഐഡൻറ്റിഫൈ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. ഈ 2 ഗ്രൂപ്പുകളും തമ്മിൽ അവരുടെ മീനുകൾ തമ്മിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ ടി ടെസ്റ്റ് യൂസ് ചെയ്യുക. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടി ടെസ്റ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടി ടെസ്റ്റ് എന്ന് പറയുന്നത് വൺ സാമ്പിൾ ടി ടെസ്റ്റ് ആണ്. വൺ സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ വൺ സാമ്പിൾ ടി ടെസ്റ്റ് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ വെദർ ദ മീൻ ഓഫ് എ സിംഗിൾ സാമ്പിൾ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം എ നോൺ ഓർ ഹൈപ്പോത്തസൈസ്ഡ് പോപ്പുലേഷൻ മീൻ. സോ ഇവിടെ ഒരു ഗ്രൂപ്പ്, ഒരു സിംഗിൾ സാമ്പിൾ അല്ലെങ്കിൽ സിംഗിൾ ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ. ഈ സിംഗിൾ സാമ്പിളിൻ്റെ മീന് നമ്മൾ ഓൾറെഡി നോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസിൻ്റെ ബേസിൽ നമ്മൾ ഒരു കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോപ്പുലേഷൻ മീനിനെ വെച്ചിട്ട് നമ്മൾ ഈ സിംഗിൾ സാമ്പിളിൻ്റെ മീൻ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. സോ ഇവിടെ ഒരു സിംഗിൾ സാമ്പിൾ അല്ലെങ്കിൽ സിംഗിൾ ഗ്രൂപ്പിൻ്റെ മീന് നമ്മൾ ഓൾറെഡി ഒരു നോൺ ആയിട്ടുള്ള പോപ്പുലേഷൻ്റെ മീന് വെച്ചിട്ട് എന്താണ്, കമ്പയർ ചെയ്യാണ്. സോ ദ വൺ സാമ്പിൾ ടി ടെസ്റ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ വെദർ ദ മീൻ ഓഫ് എ സിംഗിൾ സാമ്പിൾ, ഒരു സിംഗിൾ സാമ്പിളിൻ്റെ മീൻ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം എ നോൺ ഓർ ഹൈപ്പോത്തസൈസ്ഡ് പോപ്പുലേഷൻ മീൻ. അറിയുന്ന അല്ലെങ്കിൽ ഓൾറെഡി നോൺ ആയിട്ടുള്ള പോപ്പുലേഷൻ മീനുമായിട്ട് എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൺ സാമ്പിൾ ടി ടെസ്റ്റ് ചെയ്യുക. സോ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ടെസ്റ്റിംഗ് ഇഫ് ദ ആവറേജ് IQ ഓഫ് എ സാമ്പിൾ ഡിഫേഴ്സ് ഫ്രം ദ ജനറൽ പോപ്പുലേഷൻ മീൻ ഓഫ് 100. അപ്പോൾ ജനറൽ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് 100 ആണെന്നുള്ളത് ഓൾറെഡി നോൺ ആണ്. സോ ആ വാല്യൂവും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സാമ്പിളിൻ്റെ ആവറേജ് മീൻ IQ സ്കോറും നമ്മൾ ഈ ഒരു 100ഉമായിട്ട് എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. എന്നിട്ട് അത് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുന്ന അത്തരത്തിലുള്ള ടെസ്റ്റിനെയാണ് നമ്മൾ വൺ സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ സിംഗിൾ സാമ്പിൾ ഓൾറെഡി നോൺ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ മീനിന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. ഇനി 2 സാമ്പിൾ ടി ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് യൂഷ്വലി നമ്മൾ UGക്കൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. സോ ഹിയർ 2 സാമ്പിൾ അവിടെ തന്നെ നോൺ ആണ്, അവിടെ 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്, 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത്. സോ ഹിയർ ദ 2 sample t test compares the means of 2 independent groups. അപ്പോൾ 2 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സിൻ്റെ മീനിനെ കമ്പയർ ചെയ്യുന്ന ടെസ്റ്റാണ് 2 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം 1 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റ സാമ്പിളുള്ളൂ. ഇവിടെ 2 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, അവരുടെ മീൻസുകൾ തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം
നമ്മൾ പറഞ്ഞ രണ്ട് സ്കൂളുണ്ട്, അവിടുത്തെ സ്കൂളിലെ കുട്ടികളുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യുക. അപ്പം അവിടെ 2 ഡിഫറെൻറ്റ് സാമ്പിളാണ് അല്ലേ. അതേപോലെ വേറെ എക്സാമ്പിൾ പറയുന്നത് ടെസ്റ്റിംഗ് ഇഫ്ദേഴ്സ് ഇസ് ഡിഫറൻസ് ഇൻ എക്സാം സ്കോർസ് ബിറ്റ്വീൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ മെയിൽസും ഫീമെയിൽസും തമ്മിൽ എന്തുണ്ട്, എക്സാം സ്കോഴ്സിൽ ഡിഫറൻസ് ഉണ്ട്. ടെസ്റ്റിംഗ് ഇഫ് ദർ ഈസ് എ ഡിഫറൻസ് ഇൻ എക്സാം സ്കോർസ് ബിറ്റ്വീൻ മെയിൽസ് ആൻഡ് ഫീമെയിൽ. ഒരു ക്ലാസ്സിലെ മെയിൽസും ഫീമെയിൽസിൻ്റെ എക്സാം സ്കോറും തമ്മിൽ എന്തെങ്കിലും മീനുകൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. ചിലപ്പം മെയിൽസിന് കൂടുതൽ എക്സാം സ്കോർ കിട്ടിയെന്നിരിക്കുക, അല്ലെങ്കിൽ ഫീമെയിൽസിന് കിട്ടിയെന്നിരിക്കുക. അപ്പോൾ അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ അവിടെ 2 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ് പ്രസൻറ്റ് ആണ്. സോ അത്തരത്തിലുള്ള ടെസ്റ്റിനെയാണ് നമ്മൾ 2 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, 2 സാമ്പിളുണ്ട്, 2 സാമ്പിളിൻ്റെ മീന് നമ്മൾ കമ്പയർ ചെയ്യാണ്. സോ ടി ടെസ്റ്റിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, മീൻസുകൾ തമ്മിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആണ് നോക്കുന്നത്. അവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഓരോ ടി ടെസ്റ്റുകൾ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ടി ടെസ്റ്റാണ് പെയർഡ് ടി ടെസ്റ്റ്. പെയർഡ് ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിയർ കമ്പയർസ് മീൻസ് ഓഫ് ദ സെയിം ഗ്രൂപ്പ് അറ്റ് 2 ഡിഫറെൻറ്റ് ടൈംസ് ഓർ അണ്ടർ 2 കണ്ടീഷൻസ്. എക്സാമ്പിൾ ടെസ്റ്റിംഗ് വെയ്റ്റ് ലോസ് ഇൻ ഇൻഡിവിജ്വൽസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡയറ്റ് പ്രോഗ്രാം. സോ പെയർഡ് ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം ഗ്രൂപ്പിൻ്റെ മീനിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർസ് മീൻസ് ഓഫ് ദ സെയിം ഗ്രൂപ്പ് അറ്റ് 2 ഡിഫറെൻറ്റ് ടൈംസ്. സെയിം ഗ്രൂപ്പിനെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈംസിൽ കിട്ടിയിട്ടുള്ള മീനുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡിസൈൻസ് ഒക്കെ പഠിച്ചപ്പോൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ. അപ്പം അതേപോലെ അവിടെ 2 ഡിഫറെൻറ്റ് ടൈംസിലാണ്. ഇപ്പോൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ടൈമിൽ, അപ്പോൾ 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ടാകും. അപ്പം അവരുടെ ഇപ്പം കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മീൻ വാല്യൂ സെയിം ഗ്രൂപ്പാണ്. സെയിം ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂ നമ്മൾ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ സിഗ്നിഫിക്കൻറ്റ് മീനുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. സോ ഇവിടെ സെയിം ഗ്രൂപ്പാണ്, സെയിം ഗ്രൂപ്പിന് ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ കിട്ടിയിട്ടുള്ള മീൻ വാല്യൂസ് കമ്പയർ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. കമ്പയർസ് മീൻസ് ഓഫ് ദ സെയിം ഗ്രൂപ്പ് അറ്റ് 2 ഡിഫറെൻറ്റ് ടൈംസ്. 2 ഡിഫറെൻറ്റ് ടൈംസുകളിൽ അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ കിട്ടിയിട്ടുള്ള മീൻ വാല്യൂസ്, ഒരേ ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂസ് എന്ത് ചെയ്യുകയാണ്, നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ടെസ്റ്റിംഗ് വെയ്റ്റ് ലോസ് ഇൻ ഇൻഡിവിജ്വൽസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എ ഡയറ്റ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഡയറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൻഷൻ. അപ്പം ആ ഡയറ്റ് പ്രോഗ്രാമിന് മുന്നേയും അതിന് ശേഷമുള്ള വെയ്റ്റ് ലോസിന് മീൻസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാണ്. സെയിം ഗ്രൂപ്പിന് തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, പെയർഡ് ടി ടെസ്റ്റ് എന്നുള്ള പേരിൽ പറയാൻ പറ്റും. സോ ഫസ്റ്റ് 1 സാമ്പിൾ ടി ടെസ്റ്റിൽ ഒരൊറ്റ സിംഗിൾ സാമ്പിളിന് നമ്മൾ പോപ്പുലേഷൻ മീൻ, നോൺഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ മീൻ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. 2 സാമ്പിൾ ടി ടെസ്റ്റ് ആണ്, 2 ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സിനെ മീൻസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാണ്. പെയർഡ് ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പയർസ് മീൻസ് ഓഫ് ദ സെയിം ഗ്രൂപ്പ് അറ്റ് 2 ഡിഫറെൻറ്റ് ടൈംസ് ഓർ അണ്ടർ 2 ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. സെയിം ഗ്രൂപ്പിന് ഡിഫറെൻറ്റ് ടൈംസിൽ 2 ഡിഫറെൻറ്റ് ടൈംസിൽ നമ്മൾ മീൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പെയർഡ് ടി ടെസ്റ്റ്. ഇനി എങ്ങനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ നോക്കാം, അതായത് ടി ടെസ്റ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ഇപ്പോൾ ഒരു ടി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലാർജർ ടി വാല്യൂ ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഗ്രൂപ്പ്സ്. 2 ഗ്രൂപ്പുകൾ തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഇനി ടി വാല്യൂ കുറവാണെങ്കിലോ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, ദാറ്റ് ഈസ് 2 ഗ്രൂപ്പുകളും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഈക്വൽ ആണ് എന്നുള്ളത്, അവിടെ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. സോ സ്മോളർ ദ ടി വാല്യൂ വിച്ച് ഇൻഡിക്കേറ്റ് സിമിലാരിറ്റി ബിറ്റ്വീൻ 2 ഗ്രൂപ്പ്സ്. 2 ടി വാല്യൂ കുറയുന്ന സമയത്ത് 2 ഗ്രൂപ്പുകൾ തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല അല്ലെങ്കിൽ സിമിലർ ആണ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പി വാല്യൂവിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടി ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പി വാല്യൂ നോക്കുന്ന സമയത്ത് ഇഫ് പി വാല്യൂ അതായത് പി വാല്യൂ എന്ന് പറയുന്നത് 0.05 ചെറുതാണ് എന്നുണ്ടെങ്കിൽ
0.05 പി വാല്യൂ ഈക്വൽ അല്ലെങ്കിൽ ചെറുതാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും. ഇനി പി വാല്യൂ 0.05 വലുതാണ് എന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഈക്വൽ ആണ്. സോ നമ്മൾ ഫെയിൽ ടു റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ്, അതായത് അക്സെപ്റ്റ് നൾ ഹൈപ്പോത്തിസിസ് എന്നുള്ളതാണ് ഇവിടെ വരിക. സോ 0.05 പി വാല്യൂ ചെറുതാണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്. 0.05 വലുതാണ് പി വാല്യൂ എങ്കിൽ അവിടെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല. ഇതാണ് നമ്മൾ ഒന്നാമത്തെ പാരാമെട്രിക് ടെസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ടി ടെസ്റ്റ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞു, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി നെക്സ്റ്റ് വണ്ണാണ് അനോവ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. സോ അനോവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയും നമ്മൾ മീൻസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാണ്. അവിടെ 3 അതിൽ കൂടുതലോ ഗ്രൂപ്പുള്ള സമയത്താണ്, 3 അതിൽ കൂടുതലോ ഗ്രൂപ്പ് ഉണ്ടാവുന്ന സമയത്ത് അവരുടെ മീന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക ടി ടെസ്റ്റ് അല്ല, അതിന് പകരം അനോവയാണ് യൂസ് ചെയ്യുക. അപ്പോൾ 1 or 2 ആണെങ്കിൽ നമ്മൾ ടി ടെസ്റ്റ് പറഞ്ഞു. അപ്പം 3 അതിൽ കൂടുതലോ 2ൽ കൂടുതൽ ഗ്രൂപ്പ്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് അനോവ എന്ന് പറയുന്നത്. സോ ഹിയർ ANOVA is used to compare the means of 3 or more groups. ഇനി what are the different types of ANOVA എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. വൺ വേ അനോവ, 2 വേ അനോവയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1 വേ അനോവ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ മെയിൻലി ടെസ്റ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഫാക്ടറാണ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ പറഞ്ഞു അനോവ എന്ന് പറയുന്നത് 3ൽ കൂടുതൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. സോ സിംഗിൾ ഫാക്ടറിനെ നമ്മൾ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഒരു സിംഗിൾ ഫാക്ടറിന് നമ്മൾ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ആക്കി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സിൽ സിംഗിൾ ഫാക്ടറിൻ്റെ എഫക്റ്റ് നോക്കുന്നതിനെയാണ് നമ്മൾ 1 വേ അനോവ എന്ന് പറയുക. സോ അവിടെ സിംഗിൾ ഫാക്ടർ ആയതുകൊണ്ടാണ് 1 വേ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ടെസ്റ്റിംഗ് ഇഫ് ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സ് അഫക്റ്റ് സ്റ്റുഡൻറ്റ് പെർഫോമൻസ്. സോ ഇവിടെ ടെസ്റ്റിംഗ് ഇഫ് ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സ് എന്നുള്ളത് എന്താണ്, ഒരു സിംഗിൾ ഫാക്ടറാണ് അല്ലേ. ടീച്ചിങ് മെത്തേഡ് എഫക്റ്റ് സ്റ്റുഡൻറ്റ് പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അവിടെ ഒരു സിംഗിൾ ഫാക്ടറിൻ്റെ എഫക്റ്റാണ് നമ്മൾ നോക്കുന്നത്. ഇനി 2 വേ അനോവ എന്താണ്, 2 വേ അനോവ എന്ന് പറയുമ്പോൾ അവിടെ സിംഗിൾ ഫാക്ടറിനും പകരം നമ്മൾ 2 ഫാക്ടേഴ്സും അതിൻ്റെ ഇൻട്രാക്ഷൻ എഫക്റ്റും കൂടെ നമ്മൾ നോക്കും. 2 ഫാക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ എന്തായാലും അവിടെ ഒരു ഇൻട്രാക്ഷൻ എഫക്റ്റും കൂടെ ഉണ്ടാവും. സോ എക്സാമ്പിൾ എന്താണ്, ടെസ്റ്റിംഗ് ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ജെൻഡർ ആൻഡ് സ്റ്റഡി ഹവേഴ്സ് ഓൺ എക്സാം സ്കോർസ്. ടെസ്റ്റിംഗ് ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ജെൻഡർ ആൻഡ് സ്റ്റഡി ഹവേഴ്സ് ഓൺ എക്സാം സ്കോർസ്. ഇവിടെ 2 ഫാക്ടേഴ്സ് ഉണ്ട്. കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ജെൻഡറും അതേപോലെ തന്നെ സ്റ്റഡി ഹവേഴ്സും എക്സാം സ്കോർസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ. അതായത് ജെൻഡർ ഇപ്പോൾ മെയിലാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഫീമെയിൽ ആവുന്ന സമയത്ത് അതും പ്ലസ് സ്റ്റഡി ഹവേഴ്സ് കുട്ടികൾ എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്നുള്ളതും എക്സാം സ്കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ. സോ 2 ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സിലായിരിക്കും ഇവിടെ പഠിക്കുന്നുണ്ടാവുക. സോ അതാണ് 2 വേ അനോവ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇപ്പോൾ അതായത് 2 വേ അനോവയൊക്കെ ചെയ്യുമ്പോൾ വേണ്ടല്ലോ, അല്ലെങ്കിൽ 1 വേ അനോവ 2 വേ അനോവയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് മീറ്റ് ചെയ്യേണ്ടത്, ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യേണ്ടത്. ഇത് സെയിം നമ്മൾ പാരാമെട്രിക് ടെസ്റ്റിൻ്റെ എന്താണോ അസംഷൻസ് പറഞ്ഞത് അത് തന്നെയാണ്. അതായത് പോപ്പുലേഷൻ ഡാറ്റ ഷുഡ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. നമ്മൾ പറഞ്ഞു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ആൻഡ് ഗ്രൂപ്പ് ഷുഡ് ഹാവ് ഈക്വൽ വേരിയൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഗ്രൂപ്പ് ഷുഡ് ഹാവ് ഈക്വൽ സാമ്പിൾ സൈസ്. നമ്മൾ കമ്പയർ ചെയ്യുന്ന ഗ്രൂപ്പ് ഇപ്പോൾ 3 അതിൽ കൂടുതലോ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കമ്പയർ ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ സാമ്പിൾ സൈസും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇപ്പം 50 മെയിൽസുള്ള ഒരു ഗ്രൂപ്പും അതേപോലെ 10 മെയിൽസ് ഉള്ള ഗ്രൂപ്പും അല്ലെങ്കിൽ 5 ഫീമെയിലുള്ള ഗ്രൂപ്പും അങ്ങനെ വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്. ഇവരുടെ സാമ്പിൾ സൈസ് എന്തായിരിക്കണം, നോർമലി ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഇൻ്റർപ്രിട്ടേഷനും
ഈ അനോവൻ്റെ കേസിൽ എന്താണെന്നുള്ളത് നോക്കാം. സോ ഇവിടെയും പി വാല്യൂ 0.05 ചെറുതാണ് എന്നുണ്ടെങ്കിൽ അവിടെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇനി പി വാല്യൂ 0.05 വലുതാണ് എന്നുണ്ടെങ്കിൽ അവിടെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല. അപ്പം നമ്മൾ നൾ ഹൈപ്പോത്തിസിസിന് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. സോ ഇത്രയാണ് അനോവയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ റിഗ്രഷൻ, മൂന്നാമത്തെ ടൈപ്പ് ഓഫ് പാരാമെട്രിക് ടെസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. സോ റിഗ്രഷൻ വേർഡ് കേൾക്കുമ്പോൾ നമ്മൾ പ്രെഡിക്ഷൻ എന്നൊക്കെ വെച്ചിട്ട് പൊതുവെ പറയാറുണ്ട്. സോ റിഗ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? ലീനിയർ റിഗ്രഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ്ഡ് ടു മോഡൽ ആൻഡ് അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലീനിയർ റിഗ്രഷനൊക്കെ വേറെയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ലീനിയർ റിഗ്രഷനാണ് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റിൽ പറയുന്നത്. സോ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പൊതുവേ നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്. സോ ഇതിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ് ഉണ്ടാവുക. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപെൻഡൻറ്റ് വേരിയബിളും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ എക്സ് വെച്ചിട്ടും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ വൈ വെച്ചിട്ടുമാണ് നമ്മൾ ഇതിൽ പൊതുവേ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. സോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ദ പ്രെഡിക്റ്റർ ഓർ എക്സ്പ്ലനേറ്ററി വേരിയബിൾ, ദ വേരിയബിൾ യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ. ദാറ്റ് ഈസ് ദ പ്രെഡിക്റ്റർ ഓർ എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഡിക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ, അതിന് നമ്മൾ പ്രെഡിക്റ്റർ ഓർ എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്നൊക്കെ പറയും. സോ എന്ത് വെച്ചിട്ടാണോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, പ്രഡിക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. കുറച്ചും കൂടി നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. ഇനി ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് പ്രഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഔട്ട്കം അല്ലെങ്കിൽ റെസ്പോൺസ് വേരിയബിളിനെയാണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുക. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യപ്പെടേണ്ട വേരിയബിളാണ് ദ വേരിയബിൾ യു വാണ്ട് ടു പ്രെഡിക്റ്റ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, പ്രെഡിക്റ്റ് ചെയ്യപ്പെടേണ്ട വേരിയബിളാണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ഹൗ ദ ഡിപെൻഡൻറ്റ് വേരിയബിൾ ചേഞ്ചസ് വെൻ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ചേഞ്ചസ്. ഇത് ലീനിയർ റിഗ്രഷൻ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ how the dependent variable changes when the independent variable changes. So independent variable change ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നത്, അങ്ങനെയുള്ള അനാലിസിസും കാര്യങ്ങളും അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലീനിയർ റിഗ്രഷൻ യൂസ് ചെയ്യുക. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. സോ an example of linear regression can be illustrated using the relationship between study hours and exam scores. അതായത് രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതിൽ രണ്ട് വേരിയബിൾ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റഡി ഹവേഴ്സും രണ്ടാമത്തെ എക്സാം സ്കോഴ്സുമാണ്. സോ സപ്പോസ് യു വാണ്ട് ടു പ്രെഡിക്റ്റ് എ സ്റ്റുഡൻസ് എക്സാം സ്കോർ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ഹവേഴ്സ് ദേ സ്റ്റഡീഡ്. അപ്പം ഇപ്പോൾ ഒരു കേസിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ എക്സാം സ്കോഴ്സ് എത്രത്തോളം അവർ പഠിക്കുന്ന നമ്പർ ഓഫ് ഹവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റഡീനെ നമുക്ക് ലീനിയർ റിഗ്രഷൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. സോ ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്. ആ രണ്ട് വേരിയബിളിൽ നമ്പർ ഓഫ് ഹവേഴ്സ് എന്നുള്ളത് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ടും പറയാം, സ്റ്റുഡൻറ്റ് എക്സാം സ്കോർ എന്നുള്ള ഡിപെൻഡൻറ്റ് വേരിയബിളായിട്ടും പറയാം. അപ്പോൾ അത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ അനലൈസ് ചെയ്യാണ്, അതല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ഇനി എന്തൊക്കെയാണ് ഇതുപോലെ, അതായത് ലീനിയർ റിഗ്രഷൻ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഒരു ലീനിയാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയുള്ള ഡാറ്റകളിലാണ് നമുക്ക് ലീനിയർ റിഗ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അതായത് ഈ
രണ്ട് വേരിയബിൾസ് നമ്മൾ നോക്കുമെന്ന് പറഞ്ഞല്ലോ. സോ ഈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഷുഡ് ബി ലീനിയർ. അവർ തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കണം. രണ്ടാമത് ഹോമോസൈഡാസിറ്റി നമ്മൾ പറഞ്ഞു, ഈക്വൽ വേരിയൻസ് എന്തായിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം. അവർ തമ്മിലുള്ള വേരിയൻസ് ഈക്വൽ ആയിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇൻഡിപെൻഡൻസ് ആണ് അടുത്തത്. ഒബ്സർവേഷൻ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് അനദർ. ഒരിക്കലും വാല്യൂസ് തമ്മിൽ ഡിപെൻഡൻസ് ഉണ്ടാവാൻ പാടില്ല. ഒബ്സർവേഷൻസ് എന്തായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇനി ലീനിയർ റിഗ്രഷൻ റിസൾട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഒരു റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ടാവും. ആ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കോറിലേഷൻ R എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണല്ലോ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് പറയുക. അതുപോലെ ഒരു റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ടാവും. ആ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ആ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പിൻ്റെ ഡയറക്ഷനും ആണ് ഈ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ ആണോ നെഗറ്റീവ് കോറിലേഷൻ ആണോ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമ്മൾ റിഗ്രഷൻ്റെ കേസിലും പറയാറുണ്ട്. പോസിറ്റീവ് കോഎഫിഷ്യൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് രണ്ട് വേരിയബിൾസും ഒരുപോലെ എന്ത് ചെയ്യാണ്, ഒരേ ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യാണ്. ഇനി നെഗറ്റീവ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ വൺ വേരിയബിൾ ഡിക്രീസസ് ആസ് വൺ വേരിയബിൾ ഇൻക്രീസസ്. അതായത് പോസിറ്റീവ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മറ്റേ വേരിയബിളും ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, പോസിറ്റീവ് കോഎഫിഷ്യൻ്റ്. അതായത് ഇപ്പോൾ ഒരു വേരിയബിൾ കുറയുന്ന സമയത്ത് മറ്റേ വേരിയബിളും ഒരേ ഡയറക്ഷനിൽ കുറയുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് കോഎഫിഷ്യൻ്റ് എന്ന് പറയാം. നെഗറ്റീവ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ വൺ വേരിയബിൾ ഡിക്രീസസ്, ഒരു വേരിയബിൾ കുറയുന്ന സമയത്ത് മറ്റേ വേരിയബിൾ എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യുമായിരിക്കും. സോ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് നെഗറ്റീവ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ലീനിയർ റിഗ്രഷനിൽ പറയാനുള്ളത്. സോ ഇത്രയാണ് നമുക്ക് മെയിനായിട്ടും പാരാമെട്രിക് ടെസ്റ്റിൽ പറയാനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. സോ പാരാമെട്രിക് ടെസ്റ്റ് അതിൽ മെയിൻലി ടി ടെസ്റ്റ്, 1 സാമ്പിൾ 2 സാമ്പിൾ പെയർ ടി ടെസ്റ്റ്, അനോവ 1 way 2 way അനോവ ആൻഡ് തേർഡ് വൺ ഈസ് ലീനിയർ റിഗ്രഷൻ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ആണ് പറയാനുള്ളത്. അതും കുറച്ച് തന്നെ എന്താണ്, അതുപോലെ തന്നെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സും ആണ് പറയാനുള്ളത്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.